ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള പുഴുക്കൾ വറുത്ത് ഇവിടെ പ്ലേറ്റിൽ പല പല രീതിയിൽ വെച്ചിരിക്കുകയാണ്. നമ്മൾ ഓരോ സാധാരണ ഒരു സ്ട്രീറ്റ് ഫുഡിന് ചെല്ലുന്ന സമയത്ത് നമുക്ക് പലതരം ഫുഡുകൾ വയ്ക്കും. ചിക്കൻ, ഫിഷ്, അങ്ങനെ കുറേ ഐറ്റം നമ്മൾ വെക്കുന്നത് പോലെ തന്നെ ഇവിടെയുള്ളത് പുഴുക്കളുടെ മാത്രം വെറൈറ്റി. നമ്മളുടെ അവിടെ വേസ്റ്റിൽ കാണുന്ന ഒരു ടൈപ്പ് പുഴുവില്ലേ, അതാണ് ഈ ഒരു സാധനം. ഇനി അവിടെ വെച്ചിരിക്കുന്ന സാധനം നമ്മൾ ക്രോച്ച് എന്ന് പറയുന്ന പാറ്റ, ആ പാറ്റേനെ അവിടെ വറുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ചെറിയ ചെള്ള്, വണ്ട്, ഇതേപോലെ പലതരം പുഴുക്കൾ. ഈ പുഴുക്കളെല്ലാം ഞാനിങ്ങനെ സൂക്ഷ്മം വീക്ഷിച്ചപ്പോൾ നമ്മളുടെ അവിടേക്കും സാധാരണ നമ്മുടെ ഫുഡ് വേസ്റ്റിലും അല്ലെങ്കിൽ നമ്മുടെ അവിടേക്ക് അഴിഞ്ഞ് നടക്കുന്ന പല ടൈപ്പ് പുഴുക്കളാണിത്. പക്ഷേ ഇവർ നമ്മളുടെ അവിടെ പോലെയല്ല, ഇതൊരു ഹാച്ചറിയിൽ ഇതിനെ വലുതാക്കി എടുക്കുകയാണ് ഈ ഫുഡിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട്. നമുക്ക് ശരിക്കും ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാനായിട്ട് പറ്റില്ല, അറപ്പ് തോന്നും. ഭയങ്കര പ്രോട്ടീനൊക്കെ ഉള്ള ഫുഡാണിത്. ശരിക്കും നമ്മുടെ ഈ വേസ്റ്റിൽ വരുന്ന പുഴുവിലുണ്ടല്ലോ, അതിലേക്കും ഭയങ്കരമായിട്ട് പ്രോട്ടീൻ ഉണ്ടെന്നാണ് പറയണത്. ഞാനിതിവിടെ കണ്ടപ്പോൾ വിചാരിച്ചു ഇത് ആരെങ്കിലേക്കും വാങ്ങിക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ ഒരുപാട് ആളുകൾ വന്നിട്ട് ഇത് വാങ്ങിച്ച് ഇവിടുന്ന് കൊണ്ടുപോകുന്നുണ്ട്. ഇവർ വെറുതെ ഇത് പുഴുവിന് കൊടുക്കല്ല, അതിലേക്ക് ഒരു പ്രത്യേക എണ്ണയും ഒരു സോസും കുരുമുളകും ഇതൊക്കെ ഇങ്ങനെ മിക്സ് ചെയ്ത് നമുക്ക് രസമായിട്ട് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ ആക്കിയിട്ടാണ് കൊടുക്കുന്നത്. പലപ്പോഴും ഞാൻ തായ്ലൻഡിൽ മുമ്പ് വന്ന സമയത്ത് ഇതുപോലത്തെ ഭക്ഷണങ്ങൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ലാവോസിലേക്ക് ഒരു യാത്രയാണ്. ലാവോസിലേക്ക് പോകുന്ന വഴിയിൽ ഞങ്ങൾ ബാങ്കോക്കിൽ നിന്ന് ഒരു ബൈ റോഡും ട്രെയിനൊക്കെ ആയിട്ട് ഞങ്ങൾ യാത്ര ചെയ്യണത്. അങ്ങനെ ഞങ്ങൾ കാഞ്ചൻപുരി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വന്നപ്പോൾ രാത്രിയിൽ ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ ഒരു മാർക്കറ്റ് കണ്ടു. അപ്പോൾ ആ മാർക്കറ്റിൽ വെച്ചിട്ടാണ് ഇതേപോലത്തെ ഒരുപാട് വെറൈറ്റി പുഴൂസിനെ വിൽക്കുന്ന ഒരു സ്റ്റാള് കണ്ടത്. അപ്പം നമ്മൾ വാങ്ങിച്ച് കഴിച്ചു നോക്കി, കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഒരു കൗതുകത്തിന് വേണ്ടി കഴിച്ചതാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ വരുമ്പോൾ ഈ പുഴുവിനൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമുക്ക് കാണുമ്പോൾ ഒരു അറപ്പ് തോന്നുന്നുണ്ടെങ്കിൽ അത് കഴിക്കുമ്പോൾ ശരിക്കും നല്ല ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ വരുമ്പോൾ എപ്പോഴെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഒന്ന് കഴിച്ചോളൂ.